ആലപ്പുഴ ചെങ്ങന്നൂരിലെ ABP പ്രവർത്തകൻ വിശാലിന്റെ വധക്കേസിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. നിരാശാജനകമായ വിധിയെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. വിശാൽ വധക്കേസിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേരായിരുന്നു പ്രതികൾ. ഇതിൽ 19 പേരുടെ വിധിയാണ് ഇന്ന് കോടതി പ്രഖ്യാപിച്ചത്. ഒരാളെ പോലും കോടതി ശിക്ഷിച്ചില്ല. വളരെ നിരാശകരമായ ഒരു വിധി എന്നാണ് പ്രോസിക്യൂഷന് പറയാനുള്ളത്. കോടതി മുമ്പാകെ ഹാജരാക്കിയ തെളിവുകൾ പ്രതികൾക്കെതിരെ കുറ്റം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. വിധിക്കെതിരെ അപ്പീൽ പോകുമെന്ന് ABVP അറിയിച്ചു. നേരത്തെ എങ്ങനെയാണോ പോലീസ് അനാസ്ഥമായിട്ട് ഈ കേസിനെ കണ്ടത്, അതുപോലെ സർക്കാരും ഇടതുപക്ഷവും വലതുപക്ഷവും SFIയും KSUം ഈ കേസിനെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് മൊഴി മാറ്റിയ സാഹചര്യമുണ്ട്. വിശാലിൻ്റെ കേസിൽ പ്രതികളായിട്ടുള്ള മുഴുവൻ കുറ്റക്കാരെയും അവരെ ശിക്ഷിക്കുന്നതുവരെ പോരാട്ടം തുടരാനുമാണ് തീരുമാനം. വിധി ഞെട്ടിക്കുന്നതാണ് എന്നുള്ളതായിരുന്നു BJPയുടെ പ്രതികരണം. പട്ടാപ്പകൽ നടന്നിട്ടുള്ള ഒരു വലിയ ഗുരുതരമായിട്ടുള്ള ഒരു കൊലപാതകത്തിൽ ഇതാണ് കേരളത്തിലെ നീതിന്യായ വ്യവസ്ഥ ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശമെങ്കിൽ എങ്ങനെയാവും നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത് എന്ന കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയുണ്ട്. ദുർബലമായ തെളിവുകളെയും സാക്ഷികളെയും കോടതി അംഗീകരിക്കില്ല എന്നതിൻ്റെ തെളിവാണ് ഈ വിധി എന്നായിരുന്നു പ്രതിഭാഗത്തിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. തെളിവുകൾക്ക് തെളിവുകൾ തന്നെ വേണം. ഒരു തെളിവില്ലാതെ ഫാബ്രിക്കേറ്റഡായ കെട്ടിച്ചമച്ചൊരു കേസ് അതിൻ്റെ ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചത് തന്നെയാണ് ഈ വിധി. കാരണം അത് ആ ചീട്ടുകൊട്ടാരം പോലെ അത് തകർന്നടിയുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് വിധി വന്നുകൂടെ കണ്ടത്. ABVPയുടെ സജീവ പ്രവർത്തകനായിരുന്ന വിശാൽ 2012 കൊല്ലപ്പെടുന്നത്. ഇതിനുശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ് വിധി വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ളൊരു ആരോപണം ഉയർന്നത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് സംസ്ഥാന ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തത്. പിന്നീട് ഈ വിചാരണ ഘട്ടത്തിലൊക്കെ SFI KSU പ്രവർത്തകർ കൂറുമാറിയതൊക്കെ വലിയ വിവാദമായിരുന്നു. എന്തായാലും ഈ കേസിൽ അപ്പീൽ പോകുന്നതോടുകൂടി കുറച്ച് പ്രതികളെയെങ്കിലും ശിക്ഷിക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് പ്രോസിക്യൂഷനുള്ളത്. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.